നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും വീറ്റോ നടപടിയുമായി അമേരിക്ക. ഇത്തവണ ഫലസ്തീനെതിരെയാണ് വീറ്റോ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത്. ഫലസ്തീന് UN-ൽ സമ്പൂർണ്ണ അംഗത്വം നൽകണമെന്ന UN രക്ഷാസമിതിയിലെ കരട് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. 15-അംഗ കൗൺസിലിൽ 12 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. കരട് പ്രമേയം അവതരിപ്പിച്ചത് അൾജീരിയ ആയിരുന്നു. അൾജീരിയ, മൊസാബിക്, സീറ ലിയോൺ, ഗയാന, ഇക്വഡോർ, റഷ്യ, ചൈന, ഫ്രാൻസ്, സ്ലോവേനിയ, മാൾട്ട, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നീ രാജ്യങ്ങളായിരുന്നു ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത്. ബ്രിട്ടനും സ്വിറ്റ്സർലാൻഡും വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിന്നു. വോട്ടെടുപ്പിന് മുമ്പ് UN-ലെ അൾജീരിയയുടെ പ്രതിനിധി അമർ ബെൻജാമ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: രാഷ്ട്രങ്ങളുടെ സമൂഹത്തിൽ ഫലസ്തീൻ അതിന് ശരിയായ സ്ഥാനം നേടേണ്ട സമയമാണ് ഇത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. UN അംഗത്വം നേടുന്നത് ഫലസ്തീന്റെ സ്വയം നിർണയാവകാശത്തിന്റെ അടിസ്ഥാനപരമായ പ്രകടനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2012 മുതൽ UN ജനറൽ അസംബ്ലിയിൽ നിരീക്ഷക രാഷ്ട്രത്തിന്റെ സ്ഥാനമാണ് ഫലസ്തീന്. ഇതുപ്രകാരം ചർച്ചകളിലും UN ഓർഗനൈസേഷനുകളിലും പ്രതിനിധിക്ക് പങ്കെടുക്കാം. അതേസമയം വോട്ടവകാശം ഉണ്ടാകില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. രാജ്യങ്ങൾക്ക് UN അംഗത്വം നൽകുന്നത് UN ചാർട്ടർ അനുസരിച്ച് സെക്യൂരിറ്റി കൗൺസിലിന്റെ ശുപാർശ പ്രകാരം ജനറൽ അസംബ്ലിയുടെ തീരുമാനത്തിലൂടെയാണ്. ഒരു കൗൺസിൽ പ്രമേയത്തിന് അനുകൂലമായി കുറഞ്ഞത് 9 വോട്ടുകളെങ്കിലും കിട്ടണം. കൂടാതെ സ്ഥിരാംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നിവയിൽ ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ ചെയ്യാനും പാടില്ല. കരട് പ്രമേയത്തെ വീറ്റോ ചെയ്ത അമേരിക്കയുടെ നടപടിയെ ഫലസ്തീൻ അതോറിറ്റി അപലപിച്ചു. വീറ്റോ അധികാരം അന്യായവും അധാർമികവുമായി ഉപയോഗിക്കുകയാണ് എന്ന് ഫലസ്തീൻ പ്രസിഡന്റ് വിമർശിച്ചു. അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗിച്ചത് ചരിത്രത്തിന്റെ ഗതി മാറ്റാനുള്ള നിരാശാജനകമായ ശ്രമമാണെന്ന് UN-ലെ റഷ്യൻ അംബാസഡർ വാസ്ലി നെബൻസിയയും പ്രതികരിക്കുകയുണ്ടായി. അമേരിക്ക പ്രായോഗികമായി ഒറ്റപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ഈ വോട്ടെടുപ്പെന്നാണ് എല്ലാവരുടെയും വിമർശനം. അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് ചരിത്രം മാപ്പ് നൽകില്ല എന്നും മറ്റുള്ളവർ അമേരിക്കയെ ഈ ഒരു നടപടിയിലൂടെ വിമർശിക്കുകയുണ്ടായി. അമേരിക്ക മറ്റു രാജ്യങ്ങളോടും വീറ്റോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ നിരസിച്ചതായാണ് റിപ്പോർട്ട്. പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചൈനയും ഇന്തോനേഷ്യയും പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ നടപടി നിരാശാജനകമാണെന്ന് ചൈനീസ് അംബാസഡർ ഫുഗോങ് വോട്ടെടുപ്പിന് ശേഷം പ്രതികരിക്കുകയുണ്ടായി. അതേസമയം ഇസ്രായേൽ-ഇറാൻ സംഘർഷം കൂടി നോക്കാം. ഇസ്രായേൽ-ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ആശങ്ക. യുദ്ധം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടൽ നടത്തുകയാണ്. ഇറാനിലെ ഇസ്ഫഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു. സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിനോടനുബന്ധിച്ച് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൗനമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.